പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ MP മത്സരരംഗത്തുണ്ടെങ്കിൽ തന്നെ LDF സ്ഥാനാർത്ഥിയാക്കരുതെന്ന് CPIM-നോട് ആവശ്യപ്പെട്ടിരുന്നതായി KS ഹംസയുടെ വെളിപ്പെടുത്തൽ. ഇ.ടിയോട് മത്സരിക്കാൻ പ്രയാസമുണ്ടെന്ന് പാർട്ടിയെ അറിയിച്ചിരുന്നു. ഇ.ടിയുടെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയല്ല അങ്ങനെ പറഞ്ഞത്. സമദാനിയാണ് പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് താൻ മത്സരിക്കാൻ തയ്യാറായതെന്നും ഹംസ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുബഷിർ P. അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ P. അക്ബറിലേക്ക് വരാം. മുബഷിർ, നമുക്ക് അതിനു മുൻപ് KS ഹംസയുടെ വാക്കുകളൊന്ന് കേൾക്കാം. പൊന്നാനിയിൽ ഇ.ടി തന്നെ മത്സരിക്കുകയാണെങ്കിൽ അങ്ങ് പൊന്നാനിയിൽ മത്സരിക്കാനുണ്ടാകില്ല എന്ന രീതിയിലുള്ള ഒരു ആവശ്യം പാർട്ടി അറിയിച്ചിരുന്നു എന്നൊരു വിവരമുണ്ട്. അതിലൊരു വസ്തുത എന്താണ്? അത് ചെറിയൊരു വസ്തുതയുണ്ട്. കാരണം കള്ളം പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നു ഇ.ടി ഒരു പഴയ നേതാവാണ്, അദ്ദേഹത്തിനോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇച്ചിരി പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഇ.ടിയുടെ വികസന പ്രവർത്തനങ്ങളോ മറ്റൊന്നും വിലയിരുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു പഴയ നേതാവാണ്. അതുകൊണ്ട് ഞാനൊക്കെ അതിൻ്റെ രണ്ടാം നിരയിൽ കയറി വന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഇ.ടി തന്നെ പൊന്നാനിയിലേക്ക് എത്തിയാൽ അത് ആ സാഹചര്യം മാറി. അത് അപ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന സമയമാണ്. അന്ന് പിന്നീട് ഒരു പാർട്ടി യോഗത്തിൽ എനിക്കും വ്യക്തമായി എനിക്ക് ബോധ്യം വരുന്ന വിവരങ്ങൾ എനിക്കുണ്ട്. ആ പാർട്ടി യോഗത്തിൽ ഇ.ടി ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറുന്നു, ഇവിടെ സമദാനി വരുന്നു എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ വാക്കുകൊടുത്തത്. മുബഷിർ P. അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ P. അക്ബർ, ലീഗ് വിട്ടത് കഴിഞ്ഞ വർഷമാണ്. നേതാക്കളുമായി, അതായത് ലീഗിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നതുകൂടി ചോദിച്ചുറപ്പാക്കി CPIM-ന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ കൗതുകവുമുണ്ട്. ഇക്കാര്യത്തിൽ KS ഹംസ ഉറപ്പിച്ച രീതിയിൽ തന്നെ ആയിരിക്കുമോ സ്ഥാനാർത്ഥികൾ? ലീഗ് ഇതുവരെ ആരാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നിശ്ചയമായും സുജയ പാർവതി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് പൊന്നാനിയിലെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ KS ഹംസ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇ.ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരരംഗത്തുണ്ടാകില്ല എന്നൊരു ആവശ്യം CPM-നെ അറിയിച്ചിരുന്നു എന്നാണ് ഈ KS ഹംസ റിപ്പോർട്ടർ TV-യോട് പ്രതികരിക്കുന്നത്. ഈ ഒരു ആവശ്യം CPM-നെ അറിയിക്കുന്നു. എന്നാൽ CPM ഇക്കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് താൻ പൊന്നാനിയിലേക്ക് മത്സരിക്കാൻ എത്തിയതെന്നും KS ഹംസ വ്യക്തമാക്കുന്നുണ്ട്. പൊന്നാനിയിൽ സമദാനിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് താൻ മത്സരരംഗത്തേക്ക് എത്തിയതെന്നും KS ഹംസ വ്യക്തമാക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളൊന്നും തന്നെ ഇതിന് പിന്നിലില്ല. ഇ.ടി മുഹമ്മദ് ബഷീറിന്റെ വികസന കാര്യങ്ങൾ വിലയിരുത്തി ഒന്നും തന്നെയല്ല ഇത്തരമൊരു അഭിപ്രായം പാർട്ടിയിൽ മുന്നോട്ട് വെച്ചത്. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഇ.ടിയെ ഒരു മുതിർന്ന നേതാവായി തന്നെയാണ് താൻ കണക്കാക്കുന്നത്. ഇ.ടിക്ക് ശേഷം വന്ന രണ്ടാം നിരയിൽപ്പെട്ട നേതാക്കൾ മാത്രമായിരുന്നു താൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിലെ സംഘം. മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു. ആ ഒരു സമയത്തൊക്കെ തന്നെ ഇ.ടിയുടെ ഒരു മെന്ററിംഗിന്റെ തുടർച്ചയായിട്ടായിരുന്നു താൻ ഉൾപ്പെടെ ഈ ലീഗിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ ഇത്തരത്തിൽ താൻ മെന്ററായി കണക്കാക്കുന്ന ഇ.ടി മത്സരിക്കുകയാണെങ്കിൽ ഇ.ടിയോട് നേരിട്ട് മത്സരിക്കുന്നതിൽ ചില മാനസിക പ്രയാസമുണ്ടെന്ന കാരണമായിരുന്നു ഇത്തരത്തിൽ പാർട്ടി അറിയിച്ചിരുന്നത്. പാർട്ടി അക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്തുന്നു. അതായത് പൊന്നാനിയിൽ ഇ.ടി എത്തില്ല എന്നൊരു ഉറപ്പ് തന്നെ പാർട്ടി ഹംസയ്ക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ KS ഹംസ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഇത്തരം ഒരു ഉറപ്പ് ലഭിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടായ ഉറപ്പാണെന്ന ചോദ്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഉയർന്നു വരും. അത് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അസന്നിഗ്ധമായി അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. സമദാനിയായിരിക്കും പൊന്നാനിയിൽ ഇത്തരത്തിൽ മത്സരിക്കുക എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതാണ്. എന്തായാലും പ്രചാരണ പരിപാടികളിലേക്കൊക്കെ തന്നെ അദ്ദേഹം കടന്നിട്ടുണ്ട്. അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിശ്ചിതമായ വിമർശനം KS ഹംസ ഉന്നയിക്കുകയുണ്ടായി. പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംസാരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ഭയമായിരുന്നു. ഇതിനെതിരെ പല ഘട്ടങ്ങളിൽ താൻ ശബ്ദമുയർത്തിയിരുന്നു. തനിക്ക് ആ ഒരു പദവിയിലിരുന്നു കൊണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇ.ടിക്കോ മറ്റു നേതാക്കൾക്കോ വിട്ടു നൽകണമെന്നൊരു ആവശ്യം ഉൾപ്പെടെ താൻ ആ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു എന്നാണ് KS ഹംസ വ്യക്തമാക്കുന്നത്. പൊന്നാനിയിൽ സമസ്തയും മുജാഹിദ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായ സംഘടനകളുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് KS ഹംസ വ്യക്തമാക്കുന്നത്. ഇന്നലെ തിരൂരിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഇന്ന് തൃത്താലയിലാണ് KS ഹംസയുടെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ മറ്റു തരത്തിലുള്ള പല ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. സുജയ.